സന്തോഷമുള്ള റിവ്യൂ ആട്ടാ. കാരണം ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ തൊട്ട് ഡോളി ചേച്ചി വിളിക്കുന്നുണ്ട്, വന്നേ പറ്റത്തുള്ളൂ കുഞ്ഞെ ഇവിടെ വരെ വരണം, കാണാനായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. അതും ആലുവായിൽ നിന്ന് നമ്മുടെ ഈ ഒരു കരുനാഗപ്പള്ളിയിൽ, എൻ്റെ കരുനാഗപ്പള്ളിയിൽ എത്തിയ എല്ലാവർക്കും, അതും അയൽവാസികളാണ്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത്. ഞാൻ വിളിച്ച് റിലേറ്റീവ്സ് ആയിരിക്കുമല്ലോ കൂടുതലും വരുന്നത്, പക്ഷെ ഇത്രയും അയൽവാസികൾ ഇങ്ങനെ കൂടി ഇവർ ട്രിപ്പൊക്കെ പോകാറുണ്ടല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് സന്തോഷമായിരിക്കും. അങ്ങനെ ഒരു അയലത്ത് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുമ്പോൾ എല്ലാവരുമായിട്ട് കൂടി ഒന്നിച്ചൊന്ന് പോകാൻ. നിങ്ങളൊരു ഫംഗ്ഷൻ വന്നാലൊക്കെ ഒന്നിച്ചു കൂടും ഞങ്ങള്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് എല്ലാവരോടും ഒന്നിച്ചു വന്നേ. ചേച്ചി എങ്ങനെയുണ്ട്? ചേച്ചിന്ന് വിളിക്കാവോ? എന്തോ അടിപൊളിയാണ്. ഞങ്ങള് കാലത്ത് തുടങ്ങി ഇത്ര നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇത് കാണണ്ടേ. ഇഷ്ടമായി എല്ലാം. ഒന്ന് പറഞ്ഞ അഭിപ്രായം, അന്നേരം സുറുമയെ കുറിച്ച് എന്തായാലും ഒന്ന് അഭിപ്രായം. അപ്പം വന്നല്ലോ അവിടെ നിന്ന് ഇവിടം വരെ നമ്മളെ തേടി. എന്നിട്ട് എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ? എല്ലാം ഇഷ്ടപ്പെട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ. പിന്നെ ഓൾറെഡി ഞങ്ങള് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ആ കളർ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. അത് അതുകൊണ്ടാണ് തേടി പിടിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്നത് തന്നെ. ഒത്തിരി സന്തോഷം. പേരൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. എന്റെ പേര് ആശ. എന്റെ പേര് ശബന. അഫ്സിയ, സുനിത, സീന, സുബി, എന്റെ പേര് രാധിക. രാധിക ചേച്ചി എപ്പോഴേ പറയുന്നുണ്ട് രാധികയെ കാണുന്നില്ല, എവിടെയോ പോയി. എനിക്ക് എന്നിട്ട് ഇവിടെ പറയാ രാധിക ചേച്ചി ഏതാണ്ട് തോനെ പർച്ചേസ് ചെയ്യാനുണ്ട്, അതായിരിക്കും അവിടെ എങ്ങാണ്ടിരിക്കുകയെന്ന് പറയുന്നത്. എന്റെ പേര് മഞ്ജു. അപ്പൊ ഇനി ഞാൻ എറണാകുളത്ത് വരുമ്പോൾ നമുക്ക് എല്ലാവരും കൂടെ എവിടെയെങ്കിലും വെച്ച് കാണണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ലേഡീസ്. ഇവരുടെ കൂടെ ചുമ്മാ ഒരു 10 മിനിറ്റ് നിന്നാലും ഒരു 5 മിനിറ്റ് നിന്നാലും ഒരു സന്തോഷം കിട്ടും, നമുക്കൊരു വൈബ് കിട്ടും കേട്ടോ. താങ്ക് യു. അതുപോലത്തെ ഒരു ടീം. അപ്പം എല്ലാ ഫാമിലീസിലും മക്കൾക്കും ഹസ്ബൻഡ് എന്തോ ആരായിരുന്നു ഹസ്ബൻഡ്, നമ്മുടെ ഇത്താടെ ഹസ്ബൻഡ് എപ്പോഴും പറയുമെന്ന് വീഡിയോ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, കണ്ടോളാൻ പറയുന്നു, അതിന് വലുതൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പൊ ഹസ്ബൻഡിന്റെ പ്രത്യേക അന്വേഷണം പറയണം. എന്റെ അന്വേഷണം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരുടെ അന്വേഷണം പറയാ. അപ്പം എങ്ങനെ നിങ്ങൾ വന്നേ? ട്രെയിനാ വന്നത്. വരാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും വഴിയൊക്കെ ഓക്കെ ആയിരുന്നു? ഇനിയിപ്പോ 7 മണിക്ക്. ഇത്രയും പേരുണ്ടല്ലോ, എല്ലാരും കൂടെ സമാധാനത്തിൽ അങ്ങ് പോയാൽ മതി. ഫുഡൊക്കെ കഴിച്ചു. ഗ്യാസ് ഇല്ലാത്തവരോടൊക്കെ കളകൾ കൂട്ടിയൊക്കെ ഉണ്ടാ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യും. ഓക്കെ, സന്തോഷം. അപ്പൊ ഇനിയും വരണം തീർച്ചയായിട്ടും. എല്ലാവിധ എന്താ പറയാ വെഡിങ്ങിനുള്ള എല്ലാ ഡ്രസ്സും എടുത്തല്ലോ. അതിനിപ്പോ നല്ലതായിട്ട് ഡോളി ചേച്ചിയാട്ടെ രാവിലെ തൊട്ട് എന്നെ വിളിച്ച് വരുത്തിയത് ഇവിടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് സ്റ്റാഫുകള് അടിപൊളിയാണ്. എല്ലാത്തിനും ഞങ്ങളുടെ തൈക്കാട്ടുകരയിലുള്ള എല്ലാവരും വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് ഹായ് പറയണേ. ആലുവയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ഒന്ന് ഹായ് വിട്ടേക്കണേ. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഉള്ളതാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞു. ഏതാ? ചൂർണിക്കര പഞ്ചായത്താണ്. അത് വരെ പറഞ്ഞു കഴിഞ്ഞു. ഏതാ മെമ്പറേ ഹായ്. അപ്പൊ മെമ്പർ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മെമ്പർ എല്ലാവർക്കും അറിയാമായിരിക്കും ആലുവയുള്ള. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ. ഒത്തിരി സന്തോഷം കണ്ടതിൽ. അപ്പൊ ഇനിയും നമുക്ക് കാണാം. ഇനി അടുത്ത റിവ്യൂ ആയിട്ട് ഞങ്ങൾ വരും അടുത്ത തവണ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു എത്ര പ്രൈസ് പറയണം, എത്ര ഇവിടെ പർച്ചേസ് ചെയ്തെന്നുള്ളത്. 50-ന് മുകളിൽ എന്തായാലും ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എല്ലാം ഞങ്ങൾ പറയുന്നില്ല, നമുക്ക് സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ, ഒത്തിരി ആയി കഴിഞ്ഞാലും അല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത റിവ്യൂയിലൂടെ കാണാം. ബൈ.